ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു ഹ്യൂജ് മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള 70 കിച്ചൺ പ്രോഡക്റ്റ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു ഡിഷ് ക്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 20 പീസാണ് വരുന്നത്. നമ്മൾ പാത്രം കഴുകാനായിട്ട് സ്ക്രബ് വാങ്ങിക്കില്ല, അതിൻ്റെ കുറച്ചുകൂടി സോഫ്റ്റർ സൈഡാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഷീറ്റായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പാത്രം കഴുകി കഴിഞ്ഞ് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ക്രബിനകത്ത് ഈ ഭക്ഷണം നിന്നിട്ട് അതിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഭക്ഷണം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 2 തവണ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പിടിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 112 രൂപയാണ് കേട്ടോ 20 എണ്ണത്തിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സ്ക്രാച്ച് വരില്ല എന്നുള്ളത് കൂടെ ഒരു അഡ്വാൻറ്റേജാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് മുന്നേയും ഒരു തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതുതായിട്ടൊന്ന് വാങ്ങിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ളത് വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ടേബിൾ കവറാണ് കേട്ടോ. 4 to 6 സീറ്റർ വരെയുള്ള ഡൈനിങ് ടേബിൾസിന് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല വലുപ്പമുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ടേബിൾ ക്ലോത്ത് വിരിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ടേബിൾ കവർ യൂസ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടേബിൾ ക്ലോത്തിൽ ചളിയൊന്നും ആവാറില്ല. അതുപോലെ തന്നെ ഈ ഒരു കവർ വിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഭയങ്കര ഈസിയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും കഴിക്കുന്ന സമയത്തൊക്കെ പുറത്ത് പോവും. അപ്പോൾ ഈ ഒരു കവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഈസിയാണ് ക്ലീനിങ്ങിനൊക്കെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 182 റുപ്പീസാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇത്. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എന്തായാലും വാങ്ങിച്ചു നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ്. നമുക്ക് ഒരു ടൂൾസും ഇല്ലാതെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ അസംബിൾ ചെയ്യാനായിട്ടും വലിയ പാടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതുപോലെ വെച്ചിട്ട് 2 സ്റ്റാൻഡും ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. താഴത്തെ പീസ് കുറച്ചുകൂടി വിഡ്ത്ത് കൂടുതലാണ്, അതുകൊണ്ടിട്ട് നമുക്ക് വലിയ കണ്ടെയ്നേഴ്സും വെക്കാനായിട്ട് പറ്റും. അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല സ്റ്റഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു റാക്ക് വെച്ച് നോക്കിയതാണ്. പിന്നെ വൈറ്റും ഒരു വുഡൻ കളറും ആയതുകൊണ്ട് ഏത് കളർ കിച്ചണിനും ഇത് മാച്ചാവും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 409 രൂപയാണ്. 409 റുപ്പീസാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ട്രേ സെറ്റാണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് സൈസിൽ വരുന്ന സെറ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 196 റുപ്പീസാണ്. ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വീടാകുമ്പോൾ എന്തായാലും ഒരു സെർവിങ് ട്രേ ഒക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ളത് ഞാനിവിടെ ഡിമാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇതിൻ്റെ ഏകദേശം ഈ ഒരു പ്രൈസിൽ തന്നെയാണ് ഞാൻ അതും അവിടെയും കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പീലറും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബൗൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ 4 ബൗൾ വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൽ 4 ഡിഫറെൻറ്റ് സൈസിലുള്ള ബൗൾസാണുള്ളത്. 1000 ml, 750 ml, 500 ml, 250 ml അങ്ങനെ 4 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇത് വൈറ്റ്, ബ്ലൂ, യെല്ലോ കളറിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ കളർ കോമ്പിനേഷനും അവൈലബിൾ ആണ് കേട്ടോ. ഒരു ഗ്രേ ആൻഡ് വൈറ്റും പിന്നെ ഫുൾ ബ്ലാക്കും പിന്നെ ഫുൾ വൈറ്റ് വരുന്ന സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 702 റുപ്പീസാണ്. വേറെ വൈറ്റും ബ്ലാക്കിൻ്റെയും സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് 590 റുപ്പീസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്കിത് എല്ലാ രീതിയിലും ഉപയോഗിക്കാം. സാലഡ് സെർവ് ചെയ്യാനായിട്ടും കറി സെർവ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ട്രേ ആണ് കേട്ടോ വരുന്നത്. വുഡൻ ട്രേ ആണ്. നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. നമുക്കിതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെർവിങ് ട്രേ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 207 റുപ്പീസാണ് കേട്ടോ. ഇതൊരു വലിയ ബോക്സിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളർ മെറ്റലിൽ വരുന്ന ഒരു വലിയ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ തന്നെ 2-3 ബൗൾസൊക്കെയാണ് ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഇത് ഒരെണ്ണം ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്രയും ക്വാണ്ടിറ്റി കൊള്ളും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആമസോണിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം അതിൽ കാണിക്കുന്ന റേറ്റ് 899 റുപ്പീസാണ്. ഞാൻ വാങ്ങിച്ചത് 393 റുപ്പീസിനാണ്. അടിപൊളി ക്വാളിറ്റി. അപ്പോൾ മീഷോയിലും ഈ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 700 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 393 റുപ്പീസാണ്. ശരിക്കും ഒരു കിളിക്കൂടിൻ്റെ പോലെയാണിതുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഡെക്കോർ പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. കാരണം കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. അപ്പോൾ വാങ്ങിക്കേണ്ടവർ ഇപ്പോൾ തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പോൾ നല്ല ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു 4-5 റാക്ക് ഉണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ പുതിയ റാക്കുകളൊക്കെ കാണുമ്പോൾ എന്തായാലും വാങ്ങിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ പ്ലൈവുഡിലാണ് വന്നിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അസംബിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ നിൽക്കാൻ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഇത് അസംബിൾ ചെയ്യാനായിട്ടും. ഞാൻ തന്നെയാണ് ചെയ്തത് അവസാനം. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒരു 6 സ്ക്രൂ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മുറിക്കിയാൽ മാത്രം മതി. പൊസിഷൻ മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ ഇത് അസംബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണുള്ളത്. അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 2 ജാറേ വെച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് 2 റോലായിട്ട് വെക്കാൻ പറ്റും. കാരണം ഫ്രണ്ടിലും കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ സൈഡിൽ വെച്ചിട്ടുള്ള വുഡൻ റാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിൻ്റെയും വിഡ്ത്ത് ഡിഫറൻസ് കേട്ടോ. ഈ വുഡൻ റാക്കിൽ നമുക്ക് ഒരു റോയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. കാരണം വിഡ്ത്ത് കുറവാണ്. പക്ഷേ ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് താഴെയും അതുപോലെ തന്നെ മുകളിലുമായിട്ട് 2 റോയിലായിട്ട് സാധനങ്ങൾ വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ അവിടെയും ഇവിടെയും വലിച്ചു വാരി ഇടുന്നതിനേക്കാളും ഇതുപോലെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും വെക്കാനും എല്ലാം എളുപ്പമായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതൊരു സെറാമിക് ബൗളിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. രണ്ടും 250 ml കപ്പാസിറ്റിയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ കൂടുതലും ഈ ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ ഞാൻ മീഷോയിലുള്ള കൂടുതൽ സെറാമിക് ഐറ്റംസും കാണുന്നത്. വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടെങ്കിലും കൂടുതലായിട്ടും ഈ ഒരു കളേഴ്സാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 376 റുപ്പീസാണ് കേട്ടോ. ഞാനിപ്പോൾ കൂടുതലും ലിഡുള്ള ബൗൾസാണ് നോക്കുന്നത്. കാരണം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേറൊരു പ്ലേറ്റ് വെച്ച് അത് കവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയേ പോവും. അപ്പോൾ സെറ്റാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ. നമുക്ക് ഡൈനിങ് ടേബിളിൽ അച്ചാറൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ഉപ്പ്, മുളക് ഇതെല്ലാം കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാലഡ്സോ നട്ട്സൊക്കെ സെർവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതും സെറാമിക് സെർവിങ് ബൗൾസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പാസ്ത ബൗൾസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത്. സെറാമിക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ കളർ കോമ്പിനേഷനും വൈറ്റ് ആൻഡ് ബ്ലൂ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വേറെ വേറെ വാങ്ങിക്കുകയാണെങ്കിലും ഈ ഒരു കളർ കോമ്പിനേഷനിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സെറാമിക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓൺ ദ ഹോൾ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കളർ കോമ്പിനേഷനിലുള്ള പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 എണ്ണത്തിന് 326 റുപ്പീസാണ്. ഇതുപോലെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പാസ്ത ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം അതേ ഒരു സൈസ് തന്നെയാണ് ഈ ബൗൾസിനും ഉള്ളത്. ഇത് മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ സേഫാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതൊരു മഗ് ഹോൾഡറാണ്. പിന്നെ നല്ല റീസണബിൾ പ്രൈസിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആമസോണിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് കണ്ടത് 399 റുപ്പീസാണ് കേട്ടോ. പക്ഷെ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത് 220 റുപ്പീസിനാണ്. അപ്പോൾ നമുക്ക് 6 മഗ് ഹാങ് ചെയ്യാനുള്ള ഹുക്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സോസറോ അല്ലെങ്കിൽ പാസ്ത ബൗൾസോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിലൊക്കെ നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കാണാനായിട്ട്. ആ പിങ്ക് ബൗൾ എനിക്ക് മാച്ച് ഇല്ലാതെ തോന്നിയതുകൊണ്ട് ഞാനെടുത്ത് മാറ്റി കേട്ടോ. പിന്നീട് എല്ലാ ആംഗിളിൽ നിന്നും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാലഡ് ബൗൾസ് കൂടെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വെയിറ്റൊക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ഒരേ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ നമുക്ക് കപ്പും സോസറും ആയിട്ടും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു വെജിറ്റബിൾ പീലറാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റായിരുന്നു ഇത്. അതാണ് ഞാൻ വാങ്ങി നോക്കിയത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് മോള് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് മെറ്റീരിയൽ വരുന്നത്. കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 88 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൽ. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ പീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, നല്ല റീസണബിൾ പ്രൈസിലുമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇത് 2 സെറാമിക് ജാറുകളാണ് കേട്ടോ. ഞാൻ സെയിം വൈറ്റ് കളർ ജാറ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഴുവനായിട്ടും പൊട്ടിയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ മീഷോയിൽ പിന്നെയും പാക്കേജിംഗ് ഒക്കെ നല്ലതാണ്. അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് ജാറ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി വലുപ്പം കൂടുതലാണ്. നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ആണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 451 റുപ്പീസാണ് കേട്ടോ. ഇത് 700 ml കപ്പാസിറ്റിയാണ്. ഞാൻ പിങ്ക് മുന്നേ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് 1000 ml ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക്, ഗ്രീൻ, ബ്ലൂ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള ജാറുകളാണ് കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ട് വെച്ചിട്ടുള്ള ജാറ് കുറച്ച് പഴയതായി, അപ്പോൾ മാറ്റാനായിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഒരു പിങ്ക് കളറുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പുളിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, വേണ്ടവർ വാങ്ങിച്ചോളൂ. വളരെ റീസണബിൾ പ്രൈസിൽ കണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഈ ബൗൾസ്. ഇതിൻ്റെ പ്രൈസ് വന്നത് 203 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നിയത്. കാരണം ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് നട്ട്സ് സെർവ് ചെയ്യാനായിട്ടും ഇപ്പോൾ ഡെസേർട്ട്സ് ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റിൽ 6 എണ്ണമാണ് വരുന്നത്. ഗ്ലാസ് ആണ് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്നൊരു ഹോൾഡറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫിനിഷിംഗ് ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ. 2 ഡേയ്സിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തോടെ നമ്മൾ സ്പൂണും ഫോർക്കൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം പോകാനായിട്ടാണ് ഹോൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. കാണാൻ നല്ല പ്രീമിയം ലുക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 257 റുപ്പീസാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് വാട്ടർ അബ്സോർബിങ് മാറ്റാണ്. 2 എണ്ണമുള്ള സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 208 റുപ്പീസാണ് 2 എണ്ണത്തിന്. അപ്പോൾ ഇത് മെയിനായിട്ട് ബാത്റൂമിൻ്റെ പുറത്ത് യൂസ് ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു മാറ്റ് കേട്ടോ. പിന്നെ ഇത് ആൻറ്റി സ്ലിപ്പ് കൂടെയാണ്. ഞാനിത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് നോക്കിയതാണ്. ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളത്തുള്ളികൾ. അപ്പോൾ എന്തായാലും ബാത്റൂം മാറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു സെറാമിക് സെർവിങ് ഡിഷിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണം വരുന്ന ഒരു സെറ്റായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പാറ്റേണൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഞാൻ കണ്ടിട്ടുള്ളത് നെസ്റ്റേഷ്യയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലുള്ള പാറ്റേണിൽ വരുന്ന കുറച്ച് പ്രൊഡക്ട്സൊക്കെ നെസ്റ്റേഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നോക്കിയ സമയത്ത് കുറച്ച് റീസണബിൾ പ്രൈസ് ആണെന്ന് തോന്നി.
നമുക്കിത് നട്ട്സും സോസും സാലഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് ചെറിയ സൈസാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. നെസ്റ്റേഷ്യയിൽ ഞാൻ വാങ്ങിച്ച സമയത്ത് ഈ ഒരു സെർവിങ് ഡിഷിന് തന്നെ 150, 200, 250 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണം വരുന്നൊരു സെറ്റിന് 369 റുപ്പീസാണ് കേട്ടോ മീഷോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിതുപോലൊരു വുഡൻ കട്ടിംഗ് ബോർഡിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് 4 എണ്ണം വരുന്ന ക്യൂട്ടായിട്ടുള്ള സെറാമിക് ബൗൾ സെറ്റാണ് കേട്ടോ. 4 കളേഴ്സിലും പാറ്റേണിലും ആണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബൗൾസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. നമുക്കിത് നട്ട്സും സോസും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും, കാരണം നല്ല ക്യൂട്ടായിരിക്കും വീഡിയോസിലൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 370 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണം വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും അവൈലബിൾ ആണ്. 2 എണ്ണം, 4 എണ്ണം, 6 എണ്ണം, അപ്പോൾ അതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് സെറാമിക് ഗ്ലാസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിങ്ങനെ 4 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ജ്യൂസും ലസ്സിയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ പിടിയൊക്കെ ഉള്ള മഗ്ഗുകളാണ് സെറാമിക്കിൻ്റെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 317 റുപ്പീസാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ കുറേ ആയിട്ട് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അവസാനം വാങ്ങിക്കാമെന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സിലും മഗ്ഗിലും ഒക്കെ സെർവ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. മൈക്രോ ഫൈബർ ടവൽസിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതേ ഐറ്റം ആമസോണിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി, കാരണം അതിൽ റേറ്റ് കാണിക്കുന്നത് 389 ആണ്. ഇതിൽ മീഷോയിൽ ഇതിൻ്റെ റേറ്റ് 210 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്, പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൈക്രോ ഫൈബറാണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ഹാൻഡ് ടവലായിട്ടും പിന്നെ കഴുകിയ പാത്രങ്ങൾ തുടച്ചു വെക്കാനായിട്ട് വേറെ ക്ലീനിങ് പർപ്പസിനും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിങ്ങും പാറ്റേണും എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്കിത് ഹാങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ സ്റ്റാറാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിയുള്ളതിലൊക്കെ വേറെ വേറെ പാറ്റേൺസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്നതാണ്. ഇതിലൊരു കുഞ്ഞ് ഡൈനോ ആണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലൊക്കെ എപ്പോഴും ഒരു ഹാൻഡ് ടവൽ വെക്കുന്നത് വളരെ നല്ലതാണ്, കാരണം നമ്മളെപ്പോഴും ഈ വെള്ളമൊക്കെ നനയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സിലൊക്കെ തുടയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഹാൻഡ് ടവൽ വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് തുടയ്ക്കാം. മൈക്രോ ഫൈബർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഫ്രിഡ്ജിലാണ് ഹാങ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ബൈ ഐറ്റമാണ്, കാരണം ആമസോണിലെ പ്രൈസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മീഷോയിലുള്ള ഈ ഒരു പ്രൈസിന് ഇത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു ടീ കോഫി ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് സെറാമിക് ജാറുകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ എന്നാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 733 റുപ്പീസാണ്.
അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇതിന് ഒരു റിവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ലിഡ് ഇതുപോലെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിഡ് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഓഫ് വൈറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ റിവ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിക്കാനായിട്ട് കുറച്ച് പേടിക്കും. പക്ഷേ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു സെർവിങ് ട്രേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഡെക്കർ ഐറ്റമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അലുമിനിയം എന്നാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സ്റ്റോർ ചെയ്യാനായിട്ടൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇത് എയർ ടൈറ്റ് ഒന്നുമല്ല. പീനട്ടിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 284 റുപ്പീസാണ്. നമ്മൾ ഡെക്കർ ഐറ്റമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് പീനട്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. സെർവിങ് ട്രേ ആയിട്ട് മാത്രമല്ല, നമുക്കിതുപോലെ ജ്വല്ലറി ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. നമുക്ക് വാനിറ്റി ഏരിയയിലും ഇതുപോലെ പെട്ടെന്ന് നമ്മുടെ ജ്വല്ലറിയൊക്കെ വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു. കാരണം എൻ്റെ കിച്ചൺ ലൈറ്റർ എപ്പോഴും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു, അതിൻ്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. നമുക്ക് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു USB കേബിൾ കൂടെ വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. ഇതിൽ 2 ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ബട്ടൺ പവർ ഓൺ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്പാർക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മുന്നേ ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാനായിട്ട് പേപ്പർ സ്റ്റൗന്ന് കത്തിച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതാണ് ഇതുപോലെ ഒരെണ്ണം എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു കാസറോളാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വലുപ്പം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നപ്പോൾ കുറച്ച് ചെറുതാണ്. പക്ഷേ എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ ഗോൾഡൻ ലുക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ കളേഴ്സ് വരുന്നത് ബ്ലാക്കും ഗോൾഡൻ ആൻഡ് വൈറ്റിലാണ്. ഒരു പ്രീമിയം ടച്ച് ഉണ്ട് എന്തായാലും. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹാൻഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 480 റുപ്പീസാണ് കേട്ടോ. ഇതൊരു
കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അകത്ത് ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നറും പുറത്ത് പ്ലാസ്റ്റിക് കേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിഡിൽ പോർഷനിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളത്. അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 362 റുപ്പീസാണ് കേട്ടോ 2 കണ്ടെയ്നേഴ്സിന്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പ്രീമിയം ലുക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിൽ പൾസസ് ഒക്കെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെ അകത്തുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽസിൻ്റെ സെറ്റാണ്. ഇതുപോലെ വൈറ്റ് ക്യൂട്ട് ബോട്ടിൽസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വൈറ്റ് പ്ലെയിൻ ബോട്ടിൽസും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലും വരുന്നുണ്ട്. അപ്പോൾ 3 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്രൗണിന് വരുന്നത് 133 റുപ്പീസാണ്. ഇതിന് 200 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ താഴത്തായിട്ട് ഇതുപോലെ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ സോൾട്ടും പെപ്പറും നിറയ്ക്കാനായിട്ട് പറ്റും. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡെക്കർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ട്രേ ഉള്ളത് താഴത്തെ പോർഷൻ മിററും സൈഡിലുള്ളത് ഗ്ലാസ്സും ആണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിലും ലുക്കിലും വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു മസ്റ്റ് ബൈ ഐറ്റമാണ്. നമുക്കിത് വാനിറ്റി ഓർഗനൈസറായിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ഡെക്കോർ പീസായിട്ടും അല്ലെങ്കിൽ ജ്വല്ലറി ട്രേ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 244 റുപ്പീസാണ് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളർ കവറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ടീ ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പേര് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ടീ ഷുഗർ കണ്ടെയ്നറാണ്. നമുക്ക് ഒരുപാട് കാലം പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 റുപ്പീസാണ് ഈ ഒരു സെറ്റിന്. എന്തായാലും ടീയും ഷുഗറൊക്കെ നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് പൊട്ടുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഇതൊരു നൈഫ് ഷാർപ്പനറാണ്. ഞാൻ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടിട്ടുള്ളത് ഐക്കയിലായിരുന്നു. അപ്പോൾ മീഷോയിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വളരെ റീസണബിൾ പ്രൈസിലാണ് കിട്ടിയത്. 147 റുപ്പീസിനാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബോഡി എല്ലാം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഷാർപ്പൻ ചെയ്യണ ആ ഒരു ഏരിയ മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പ്രിപ്പറേഷൻ, പിന്നെ ഷാർപ്പനിങ്, പിന്നെ ഫിനിഷിങ് സ്റ്റേജ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, കാരണം ബോഡി മൊത്തം പ്ലാസ്റ്റിക് ആണല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും ഈസിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും മൂർച്ച കുറവായിട്ടുള്ള കത്തിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൂർച്ച വരുത്തി നോക്കാം. ഫസ്റ്റ് ഈ പ്രെപ്പ് എന്നെഴുതിയ ആ ഒരു പോർഷനിലാണ് നമ്മളിതുപോലെ ചെയ്യേണ്ടത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ ജസ്റ്റ് 3 to 4 ടൈംസ് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഷാർപ്പനിങ് സ്റ്റേജാണ്. ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് ഫിനിഷിങ് സ്റ്റേജ്. 2 സൈഡിലോട്ട് ആക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്, ഒരേ സൈഡിലോട്ട് ഇതുപോലെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കിയതാണ്.
അപ്പോൾ എന്തായാലും ഇത് ഷാർപ്പനായിട്ടുണ്ട്. കാരണം ഇത് തീരെ മൂർച്ചയില്ലാതെ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു കത്തിയായിരുന്നു. ഇത് കണ്ടോ, 3 കമ്പാർട്ട്മെൻറ്റിലും 3 ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെഷറിങ് സ്പൂണും കപ്പും വരുന്നൊരു സെറ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. 4 കപ്പും 4 സ്പൂണുമാണ് വരുന്നത്. ഇതുപോലെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 215 റുപ്പീസാണ്. അപ്പോൾ 1 കപ്പ്, ഹാഫ് കപ്പ്, 1/3, 1/4 ഇങ്ങനെ 4 ഡിഫറെൻറ്റ് സൈസിലാണിത് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നമുക്കിത് ഒന്നിച്ച് തന്നെ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ മിസ്സായിപ്പോവും. എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. ഇനി സ്പൂണിലേക്ക് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഇതുപോലെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ ഒക്കെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിന് കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. പക്ഷേ അപ്പോൾ മീഷോയിൽ ഇത് അവൈലബിൾ ആയിരുന്നില്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആമസോണിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഷോയിൽ കണ്ട പാടെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് സോപ്പ് ഡിസ്പെൻസറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ട്രേ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 ബോട്ടിൽസാണ് വരുന്നത്. ഒന്ന് ഡിഷസിനും ഒന്ന് ഹാൻഡ് വാഷിനും. ഇതിന് മീഷോയിൽ കണ്ടപ്പോൾ ഇത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽസ് വരുന്നത് ഗ്ലാസ്സിലാണ്. കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ് 524 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ബ്ലാക്കിലും ഒരെണ്ണം വൈറ്റിലുമാണ് വരുന്നത്. പിന്നെ പമ്പിൽ 2ലും ബ്ലാക്കും വുഡൻ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ട്രേ കൊടുത്തിട്ടുള്ളത് ബാംബൂലാണ്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയിരിക്കുന്നു. അല്ല, ഗ്ലാസ് ബോട്ടിൽസാണ്. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് മസ്റ്റ് ബൈ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ചോളൂ. ഇതൊരു 2-in-1 ക്ലീനിങ് ബ്രഷാണ്. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത് കൊണ്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ മിറർ, അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലുള്ള ഗ്ലാസ് ഡോറ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബ്രഷ് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇത് നെറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലാറ്റിലെല്ലാം വിൻഡോസ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് വിൻഡോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോസ്കിറ്റോ നെറ്റും വരുന്നുണ്ട്. ആ മോസ്കിറ്റോ നെറ്റിൽ എപ്പോഴും നല്ല പൊടിയായിരിക്കും. അപ്പോൾ ആ പൊടി വൃത്തിയാക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് മിറേഴ്സും അല്ലെങ്കിൽ ഗ്ലാസ് ഡോർസ്, വിൻഡോസ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതുപോലെ അത്യാവശ്യം നല്ല നീളമുള്ള ഹാൻഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ മിറേഴ്സും ഹൈറ്റിലുള്ള വിൻഡോസും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടും യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 147 റുപ്പീസാണ്. ഇതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാറ്റാണ് വരുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് വാങ്ങിച്ചിട്ടുള്ളത് IKEA-ന്നായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് തോന്നിയത്. കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അതിനേക്കാളും നല്ല വലുപ്പത്തിലാണ് വരുന്നത്. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകി വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ IKEA-ന്ന് വാങ്ങിച്ചിട്ടുള്ളതിൽ കുറച്ച് സ്മെല്ല് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഹെവി ആവുന്നുണ്ട് അത് വെള്ളം നനയുന്ന സമയത്ത്. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. നമ്മൾ ബാത്റൂമിൻ്റെ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിൽ. ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റും വരുന്നത് കേട്ടോ.
പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ് കേട്ടോ. കാരണം ഐക്യയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 199 റുപ്പീസിനായിരുന്നു. ഇത്രയും വലുപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡിഷ് റാക്ക് വാങ്ങിക്കുമല്ലോ, അതിൻ്റെ താഴെ ട്രേ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഈ ഒരു ട്രേ അതിന് താഴെ വിരിച്ച് കൊടുത്ത് അതിന് മേലെ നമുക്ക് ആ ഒരു റാക്ക് വെക്കാനായിട്ട് പറ്റും. ഇതൊരു ടേബിൾ റണ്ണറാണ് കേട്ടോ. യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. നമുക്ക് 4 സീറ്ററിനും 6 സീറ്ററിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 272 റുപ്പീസാണ്. എന്തായാലും ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പാറ്റേൺ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലെങ്ത്ത് കറക്റ്റാണ്. ഇതൊരു ഡോർമാറ്റാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് വരുന്ന ടൈപ്പിലുള്ള ഒരു ഡോർമാറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. വഴുക്കുന്ന ടൈപ്പല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഒരു റെഡ് കളർ കാർപ്പറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വലിയ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ത്രെഡൊക്കെ ഞാൻ ജസ്റ്റ് വലിച്ചു നോക്കി. അപ്പോൾ അത് വരുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ മുന്നേ വാങ്ങിച്ചതിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 157 റുപ്പീസാണ്. അപ്പോൾ ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതുപോലെയാണ് ബാക്ക് സൈഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെയിം ടൈപ്പ് തന്നെയുള്ള വലിയ മാറ്റ് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ എന്തൊക്കെയോ റീസൺ കൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കും. അപ്പോൾ എന്തായാലും അവസാനം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും നമുക്ക് ഒറിജിനൽ പോലെ തോന്നിക്കുന്ന രീതിയിലാണുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതുപോലെ 3 എണ്ണം ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ 3 എണ്ണം 3 വേസിൽ കുഞ്ഞു കുഞ്ഞു വേസിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് ഒരു വേസിലും വെക്കാം. എന്തായാലും ഫ്ലവറൊക്കെ ഇതുപോലെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 റുപ്പീസാണ്. അപ്പോൾ ഞാൻ വേസിലൊക്കെ ഇട്ട് നോക്കിയ സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ സ്റ്റെമ്മിന് ഇത്രയും ലെങ്ത്ത് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്, മസ്റ്റ് ബൈ ഐറ്റമാണ്. ഇത് ടീ ഷുഗർ സോൾട്ട് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. ഞാനിത് റിവ്യൂ ചെയ്യാനായിട്ട് മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ഇതുപോലുള്ള ടൈപ്പിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് മെറ്റൽ കണ്ടെയ്നേഴ്സാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ വുഡൻ ലിഡാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടെയ്നേഴ്സ് എല്ലാം. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 975 ലിറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 കിലോ വരെ നമുക്ക് കൊള്ളും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 എണ്ണത്തിന് 737 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ ലിഡൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ടൈപ്പിലുള്ള സ്നാക്സ് ആൻഡ് ബിസ്ക്കറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ ഒരു ടൈപ്പാണ്, അതായത് മെറ്റൽ കണ്ടെയ്നറും വുഡൻ ലിഡും ആയിട്ടാണ് ഇതും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 399 499 ആണ് കേട്ടോ. കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് 3 എണ്ണം കിട്ടുന്നത് 737 റുപ്പീസിനാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും ഗ്രീനും അങ്ങനെയൊക്കെ കുറേ കളേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് ഗ്ലാസ് ബൗളിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു സെറ്റ് ഓൾറെഡി ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബൗൾസാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു സെറ്റ് കൂടെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ബൗൾസാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സൈസിലുള്ള ബൗളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 268 റുപ്പീസാണ് കേട്ടോ 3 ബൗൾസിന്. കറീസ്, സാലഡ്സ്, പിക്കിൾസ് എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ബൗൾസാണ് ഇതിലുള്ളത്. പിന്നെ ഇത് മൈക്രോവേവ് സേഫാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ സാധാരണ കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ബൗൾസിലാണ് എപ്പോഴും കറിയും ഉപ്പേരിയും ഒക്കെ ആക്കി വെക്കാറ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാക്കി എടുക്കാനും എളുപ്പമായിരിക്കും. ഇതൊരു സോപ്പ് ഡിസ്പെൻസറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. വളരെ റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് കേട്ടോ ഈ ഒരു ഡിസ്പെൻസർ സെറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 എണ്ണത്തിന് 118 റുപ്പീസാണ്. ഇതുപോലെ നമുക്ക് ഏത് ലിക്വിഡാണെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. ഈ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. കൂടെ തന്നെ അതിനൊരു ട്രേയും വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസും ട്രേയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 333 റുപ്പീസാണ്. ഈ ട്രേ വരുന്നത് മെറ്റൽ ട്രേ ആണ്. അതുപോലെ തന്നെ ഹാൻഡിൽ വരുന്നത് വുഡൻ ഹാൻഡിലാണ്. പിന്നെ പെപ്പർ സോൾട്ട് എന്ന് ഇതുപോലെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. കുഞ്ഞതാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ഡെക്കോർ പീസായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ 2 ബോട്ടിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോട്ടിൽസാണ്. പിന്നെ ലിഡിൽ ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോട്ടിലാണ് കേട്ടോ. പിന്നെ ലിഡ് കൊടുത്തിട്ടുള്ളത് മെറ്റൽ ലിഡാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 ഗ്ലാസ് ജാർസാണ് വന്നിട്ടുള്ളത്. നമുക്ക് പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ജാർസാണ് കേട്ടോ. ലിഡിനും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. 2 എണ്ണത്തിന് വരുന്ന പ്രൈസ് 220 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു ജാർ ഞാൻ വാങ്ങിച്ചത് ഹോം സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഏകദേശം 400 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. ഇതൊരു ഫ്ലവർ വേസിൻ്റെ സെറ്റാണ്. 3 വേസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. അത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വേസാണ്. അപ്പോൾ ഒരു വേസ് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഉള്ളത് ഇതിന്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കണ്ടിട്ടാണ് ഞാനത് മെയിനായിട്ട് വാങ്ങിക്കാനുള്ള റീസൺ കേട്ടോ. ഈ 3 വേസ് ഞാൻ വാങ്ങിച്ചത് 359 റുപ്പീസിനാണ്. ഇതുപോലുള്ള വേസ് ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 250 ആ ഒരു റേഞ്ചിലാണ് ഒരു വേസിന് അവർ പറഞ്ഞത്. സെയിം പ്രൊഡക്റ്റ് ഞാൻ ആമസോണിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് 1500 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്.
ഈ ഒരു തുലിപ്പ് ഫ്ലവർ വാങ്ങിച്ചതും ഞാൻ മീഷോ തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സാധാരണയായിട്ട് പിൻട്രസ്റ്റൊക്കെ നോക്കുന്ന സമയത്താണ് ഈ ഒരു ടൈപ്പ് ഫ്ലവറും ഫ്ലവർ വേസും കൂടുതൽ കാണാറ്. എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്തും ഒരെണ്ണത്തിന് 250 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു സെറാമിക് മഗ്ഗിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 2 വലിയ മഗ്ഗ് വരുന്നൊരു സെറ്റായിട്ടാണ്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് ഷേക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല ആപ്റ്റായിരിക്കും. ഇത് 600 ml കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 16 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 433 റുപ്പീസാണ് 2 മഗ്ഗിന്. അപ്പോൾ ഈ ഒരു മഗ്ഗിൻ്റെ സൈസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു നോർമൽ മഗ് അടുത്ത് വെച്ച് കാണിച്ചു തരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന കുറച്ച് ടൂൾസും അതിൻ്റെ ഹോൾഡറായിട്ട് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്ലാസി ലുക്കായിട്ട് തോന്നി. കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുന്നു തോന്നി. അതുകൊണ്ടാണ് വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതുപോലൊരു കുഞ്ഞ് വിസ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലൊരു കുഞ്ഞു നൈഫ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽസിനൊന്നും ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സിസേഴ്സ് ഉണ്ട്. അടുത്തത് വരുന്നത് ഈ ഒരു സോഡ ഓപ്പണറാണ്. അപ്പോൾ ഇത് മാത്രം അത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ വരുന്നത് ഈ ഒരു പീലറാണ്. പീലറും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 393 റുപ്പീസാണ്. പിന്നെ കൂടെ തന്നെ ഈ ഒരു ഹോൾഡറും വരുന്നുണ്ട്. അപ്പോൾ ഹോൾഡർ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഈ പ്രൊഡക്റ്റ് ആമസോണിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത് 699 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലാണ് മീഷോന്ന് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ നൈഫും സിസേഴ്സും പീലറും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നനവുണ്ടെങ്കിൽ വെള്ളം പോകാനായിട്ട്. ഇതൊരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജ് കണ്ടെയ്നറായിട്ടും യൂസ് ചെയ്യാം. 4 കണ്ടെയ്നറാണ് വരുന്നത്. 4ൻ്റെയും ലിഡ് വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. 4ഉം ഡിഫറെൻറ്റ് സൈസിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലിഡിന് ഇതുപോലെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടെയ്നർ വരുന്നത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. പ്രൈസ് വരുന്നത് 169 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ സെറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ. ഇതൊരു സിംഗിൾ കണ്ടെയ്നറാണ്. അതിനകത്ത് 6 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 154 റുപ്പീസാണ്. ഇത് നമുക്ക് കുറേ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ വേറെ വേറെ ബോക്സാക്കി സെപ്പറേറ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ താളിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു കണ്ടെയ്നർ മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഓരോ ബാസ്ക്കറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കമ്പാർട്ട്മെൻറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് സിംഗിൾ ബോക്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു സെറാമിക് ജാറിൻ്റെ സെറ്റാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ പാറ്റേണിലുള്ളതല്ല ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ വന്നത് ഈ ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഈ പാറ്റേണും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചത് ഗ്ലോസി ഫിനിഷ് ആയിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഗ്ലോസി ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ വുഡൻ ലിഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിന് വരുന്ന പ്രൈസ് 608 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ ആമസോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ ഒരു ജാറിന് വരുന്ന പ്രൈസ് 599 ആണ്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര റീസണബിൾ ആയിട്ടാണ് കേട്ടോ നമുക്ക് മീഷോന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല പാക്കേജിങ്ങിലുമാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇരട്ടി വിലയാണ് പല സൈറ്റ്സിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ലിഡ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ, നല്ല എയർ ടൈറ്റ് ആണ്. അതുപോലെ വുഡൻ ലിഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ മാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തതിൽ. പക്ഷെ എനിക്കിതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ടീ, ഷുഗർ അല്ലെങ്കിൽ സോൾട്ട്, പുളി ഇതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ. ഓരോന്നും 0.5 ലിറ്റേഴ്സാണ് വരുന്നത് കപ്പാസിറ്റി. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടീ കപ്പിൻ്റെ സെറ്റാണ്. 150 ml കപ്പാസിറ്റി വരുന്ന 2 കുഞ്ഞു കപ്പാണ് വരുന്നത്. അപ്പോൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫുൾ ഗ്ലാസ്സിൽ വരുന്ന ടീ കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 168 റുപ്പീസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കപ്സാണ് കേട്ടോ, ചായക്കൊക്കെ പറ്റിയ കപ്പാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു കോഫി കപ്പാണ്. അപ്പോൾ ഇതിൽ ഡബിൾ വാളാണ് കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയും. പുറത്തുള്ള സ്പേസിൽ ഇതുപോലെ ഡ്രൈഡ് ഫ്ലവേഴ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 268 റുപ്പീസാണ്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഫുൾ ഗ്ലാസ്സാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്കവരും യൂസ് മാത്രമല്ല നോക്കുന്നത്, എസ്തെറ്റിക് ആണോ എന്നുള്ളത് കൂടി നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കോഫി കപ്പാണ് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പാത്രമാണ് കേട്ടോ. നമുക്കിത് ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1-2 പേർക്ക് ചായയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പാത്രം നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് 780 ml ആണ് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ തന്നെ 250 ml, 360 ml, 480 ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 261 റുപ്പീസാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്ക്രൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് അസംബിൾ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് കേട്ടോ ഇതിൻ്റെ പാത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്ലെയിമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. മെറ്റീരിയൽ വരുന്നത് വുഡാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 167 റുപ്പീസാണ്. ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. നമുക്ക് സ്പൂണും ഫോർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഇത് തവി, കയ്യിൽ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് 5 എണ്ണമാണ് വരുന്നത്. ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ചോറൊക്കെ വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് നമുക്ക് ദോശ, ചപ്പാത്തി ഇതൊക്കെ മറിച്ചിടാനായിട്ടുള്ളത്. അങ്ങനെ 2 എണ്ണം. അപ്പോൾ ഇങ്ങനെ 5 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 169 രൂപയാണ്. പിന്നെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എഡ്ജൊക്കെ കുറച്ച് ഷാർപ്പായിട്ടുള്ളത് പോലെയും തോന്നി. പക്ഷേ ഈ ഒരു പ്രൈസിന് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഇതൊരു ജ്യൂസ് ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല പാക്കേജിങ് ആയിരുന്നു, സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 6 എണ്ണമാണ് വരുന്നത്. മീഷോയിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 റുപ്പീസാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് 600 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗ്ലാസും വരുന്നത് 300 ml ആണ് കേട്ടോ കപ്പാസിറ്റി. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ജാറുകളാണ് കേട്ടോ. എനിക്ക് സെറാമിക് സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ നമുക്ക് ഉപ്പ്, പുളി, മാങ്ങ ഇതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 467 റുപ്പീസാണ്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ ജസ്റ്റ് ഒന്ന് പ്രൈസ് നോക്കിയതാണ്. അപ്പോൾ കണ്ടത് 750 റുപ്പീസാണ് കേട്ടോ. മീഷോന്ന് ഇത്രയും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ ഒട്ടും കുറവില്ലാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ട്രേ സെറ്റാണ്. 3 ട്രേസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ താങ്ങുന്ന രീതിയിൽ തന്നെയാണ് ട്രേ ഉള്ളത്. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 264 റുപ്പീസാണ്. ഇത് ഫ്ലോറൽ പ്രിൻ്റ് വരുന്നൊരു സെറാമിക് കിച്ചൺ സെറ്റാണ്. അതിനകത്ത് വരുന്നത് ഇതുപോലൊരു പ്ലേറ്റും പിന്നെ 2 കുഞ്ഞു ബൗൾസും ആണ്.
ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതുപോലെ 2 ബൗൾസാണുള്ളത്. പിന്നെ ഈ ബൗൾസ് എനിക്ക് അത്രയ്ക്ക് ഹെവി ആയിട്ട് തോന്നിയില്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇത് പ്ലേറ്റിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന ഒരു ബൗളാണ്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 11.3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 668 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. ഇതെല്ലാം അൺബോക്സ് ചെയ്ത് ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ചോപ്സ്റ്റിക്ക് കണ്ടത്. ഇതുപോലെ 4 വുഡൻ ചോപ്സ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ബൗളിൻ്റെ അതേ ഡിസൈൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടോട്ടൽ 7 പീസ് വരുന്ന ഒരു ബൗൾ സെറ്റാണ്. ഇതുപോലെ ഒരു വലിയ ബൗളാണ് വരുന്നത്, അതുപോലെ ചെറിയ 6 ബൗൾസും വരുന്നുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീം ബൗൾസായിട്ടും പുഡിംഗ് ബൗൾസായിട്ടും യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേണൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു ബൗൾ സെറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം ബൗൾ സെറ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 472 റുപ്പീസാണ്. പിന്നെ ഓരോ ബൗൾസും നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 വലിയ ബൗളാണ് കേട്ടോ വരുന്നത്, ഗ്ലാസ് ബൗളാണ്. 2.5 ലിറ്റേഴ്സാണ് കപ്പാസിറ്റി വരുന്നത്. നമുക്കിത് റൈസ് സെർവ് ചെയ്യാനായിട്ട് പോലും യൂസ് ചെയ്യാം, കാരണം അത്രയും വലിപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 756 റുപ്പീസാണ്. ഞാൻ ഇതുപോലുള്ള ബൗള് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിന് ഒരെണ്ണത്തിന് 600 ആൻഡ് സംതിങ് ഒക്കെയാണ് കണ്ടത്. നമുക്കിത് മിക്സിംഗ് ബൗളായിട്ടും സാലഡ് ബൗളായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലുള്ള പാറ്റേൺ വരുന്ന 3 ബൗൾസാണുള്ളത്. 3ഉം ഡിഫറെൻറ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ ബൗളിൽ തന്നെ കറിയൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു വലുപ്പം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ടൈപ്പിലുള്ള ബൗൾസാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 840 റുപ്പീസാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇത് ഒരു ബൗൾ സെറ്റാണ് കേട്ടോ, 2 ബൗൾസ് വരുന്നൊരു സെറ്റാണ്. ഈ ഒരു ബൗൾ ഞാൻ കുറേ ആയിട്ട് മീഷോയിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു പ്രൊഡക്റ്റാണ്. ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് വരുന്നത് 2നും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 526 റുപ്പീസാണ്. ഇതിൻ്റെ പിക്ചറിൽ വേറൊരു ബ്ലൂ ആയിരുന്നു, പക്ഷേ കിട്ടുമ്പോൾ ഈ ഒരു ബ്ലൂ ആണ്. പക്ഷേ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബൗൾ സെറ്റാണിത്. നമുക്ക് സാലഡ്സും ഡെസേർട്ട്സൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. 180 ml കപ്പാസിറ്റിയാണ് ഓരോ ബൗളും വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സെറാമിക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 392 റുപ്പീസാണ്. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരുപാട് സെറാമിക് ഐറ്റംസ് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ പർച്ചേസും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായിട്ട് വാങ്ങിച്ചതാണെന്നേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ബൗൾ സെറ്റാണ് കേട്ടോ, വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇത് ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ച ഒരു ഐറ്റം ആയിരുന്നു, പക്ഷേ മിക്ക സമയത്തും ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ അൺബോക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള സെറാമിക് ജാറാണ്. അത്യാവശ്യം നല്ല വെയിറ്റിൽ വരുന്നൊരു ജാറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്. ഇത് നമുക്ക് വെള്ളം പാലൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പാച്ചുല ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ വേസായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 550 റുപ്പീസാണ്. നമുക്കിതുപോലെ സ്പാച്ചുല ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം, കാരണം ഇത് നല്ല ഹെവി ആയിട്ടുള്ള ജഗ്ഗാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പാച്ചുലാസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതുപോലെ വേസായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. ഇതിന് 153 റുപ്പീസാണ് കണ്ടത്. ഇത് ഗോൾഡൻ കളറിലാണ് വരുന്നത്, മെറ്റലാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വളച്ചൊക്കെ നോക്കിയത് വളയുന്നൊന്നും ഉണ്ടായിരുന്നില്ല.
നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ടിഷ്യൂസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ മുന്നേ ഒരു വിൻറ്റേജ് ടൈപ്പ് ടിഷ്യൂ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ടിഷ്യൂസ് എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ, ബ്ലാക്കിലുള്ളത്. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇത്രയും വലിപ്പമുള്ളതില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ്, ബാക്കിയെല്ലാം വുഡിലാണ് വരുന്നത്. 3 കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ് ഇങ്ങനെ 3ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. എല്ലാ സൈഡിലും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 392 റുപ്പീസാണ്. ഇതൊരു വുഡൻ ബൗളാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബൗളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 368 റുപ്പീസാണ്. ഞാനിതുപോലെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാനാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലൊരു റോ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് അല്ല, കുറച്ച് റഫായിട്ടുള്ളൊരു സർഫസാണുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതുപോലുള്ള പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ഒരു ഫ്രൂട്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ടൈപ്പിലാണ് ആ ഫ്രൂട്ട് ബോക്സും ഉള്ളത് കേട്ടോ. ഇത് മെറ്റലിലാണ് വരുന്നത്, ഫുൾ ഗോൾഡൻ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ സ്പൂണും ഫോർക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കട്ട്ലറി ഹോൾഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്റ്റഡിയാണ്. നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ഗോൾഡൻ കളറിലാണ് കേട്ടോ. പിന്നെ കിളിയുടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തായിട്ട്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ ഹൈലൈറ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 179 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗോൾഡൻ സ്പൂൺ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലോ കൗണ്ടർ ടോപ്പിലോ ഇതുപോലെ നല്ല ഭംഗിയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ബേക്കിംഗ് പേപ്പറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ 2 ഹുക്ക് ഫ്രീ ആയിട്ട് വന്നതാണ്. ഇതിൽ 100 പീസ് ബേക്കിംഗ് പേപ്പറാണുള്ളത്. ഇപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേക്കിംഗ് പേപ്പറാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ എയർ ഫ്രയർ ഉണ്ട്, അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ വരും വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 178 റുപ്പീസാണ്. ഇതൊരു ഐസ് ട്രേ ആണ് കേട്ടോ. നമുക്ക് ബോൾസായിട്ട് ഐസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ജ്യൂസിലൊക്കെ റൗണ്ടിലുള്ള ഐസ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഐസായിട്ടുള്ളത് എടുക്കാനായിട്ടാണ് ഇതുപോലെ തുറക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹോളിലൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99 റുപ്പീസാണ്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഐസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതൊരു മൈക്രോ ഫൈബർ ടവലിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. 6 ടവലാണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഫേസ് ടവലായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ക്ലോത്താണ്. കളേഴ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ.
ഇതിൻ്റെ പ്രൈസ് വരുന്നത് 117 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ്. എല്ലാ പ്രൊഡക്ട്സും ഒരു 150 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.